ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ പേര് അനുവിന്ദ്. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഞാൻ അർദി ബ്ലോഗ്സ് കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാണ് കഴിഞ്ഞ 2 വർഷമായിട്ട്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മോട്ടിവേഷൻ എന്ന സബ്ജക്റ്റിനെ പറ്റി എനിക്ക് അറിയാവുന്ന കുറച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ്. നിങ്ങൾക്കറിയാം, ഒരു എക്സാം ക്ലിയർ ചെയ്യുക, പി എസ് സി യു പി എസ് സി പോലുള്ള ടഫായിട്ടുള്ള എക്സാംസ് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് അക്കാഡമിക്കൽ നോളജ് അല്ലെങ്കിൽ സബ്ജക്ട് നോളജ് മാത്രം പോരാ. നമുക്ക് നല്ലൊരു മെൻ്റൽ സ്റ്റേറ്റ്, നല്ലൊരു മോട്ടിവേഷൻ, നല്ലൊരു ക്ലാരിറ്റി ഓഫ് തിങ്കിങ്, ഈ വക ഫാക്ടേഴ്സ് വേണം. സോ അർദി ബ്ലോഗ്സ് എപ്പോഴും നിങ്ങളെ സബ്ജക്റ്റ് പഠിപ്പിച്ച് വിടുന്നത് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിലുപരി ഒരു കുട്ടിയെ എക്സാം റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലെ സ്ട്രെസ് മാനേജ്മെൻറ്റ് സെഷൻസ്, മോട്ടിവേഷണൽ ക്ലാസ്സസ് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ സംസാരിക്കാൻ വേണ്ടി ഇന്ന് വന്നിരിക്കുന്നത്. സോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. നിങ്ങളെല്ലാം മോട്ടിവേറ്റഡ് ആണോ? പി എസ് സി ജോയിൻ ചെയ്യുന്ന ഇത്രയും സ്റ്റുഡൻസ്, എക്സാം വരുന്ന ഇത്രയും ആൾക്കാർ മോട്ടിവേറ്റഡ് ആണോ? അതിൻ്റെ സിമ്പിൾ ഉത്തരം അതെ എന്നാണ്. മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് മോട്ടിവേറ്റഡ് തന്നെയാണ്. നിങ്ങൾ മോട്ടിവേറ്റഡ് ആയതുകൊണ്ടാണ്, നിങ്ങൾക്ക് ആ ഒരു പ്രചോദനവും ആ ഒരു എനർജി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ പി എസ് സിക്ക് വേണ്ടി ഇത്രയും വർഷം പഠിക്കുന്നത്, എക്സാം എഴുതാൻ വേണ്ടി ഒരുപാട് ട്രാവൽ ചെയ്ത് പോയി എക്സാം എഴുതുന്നത്, നിങ്ങൾ ഡെയിലി മണിക്കൂറുകളോളം നിങ്ങളുടെ സിലബസ് തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ് മിസ്സിങ്? മോട്ടിവേഷൻ അല്ല ഇവിടെ മിസ്സിങ്. ഇവിടെ മിസ്സിങ് ആയിട്ടുള്ളത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ ആണ്, നിരന്തരമായിട്ടുള്ള പ്രചോദനം. മോട്ടിവേഷനും കൺസിസ്റ്റന്റ് മോട്ടിവേഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാൻ, നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ, നമ്മൾ ഇരിക്കുന്നിടത്ത് എഴുന്നേക്കാൻ നമുക്ക് മോട്ടിവേഷൻ മതി. പക്ഷേ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് മോട്ടിവേഷൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ്. നമ്മളെ പിന്നെ ആ ജേർണിയിൽ നമ്മളെ നയിക്കുന്നത് കൺസിസ്റ്റന്റ് മോട്ടിവേഷൻ ആണ്. നിരന്തരമായിട്ടുള്ള ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെന്നുള്ള ആ ഒരു എനർജി, ആ ഒരു ആംബിഷൻ, ആ ഒരു മോട്ടിവേഷനാണ് നമ്മളെ നയിക്കുന്നത്. സോ ഒരു എക്സാം സക്സസ് നേടാനായിട്ടും നമുക്ക് ഒരു ക്ലിയർ തിങ്കിങ് കിട്ടാനായിട്ടും നമുക്കൊരു കൺസിസ്റ്റന്റ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ എൻ്റെ എക്സാം ചാർട്ടേഡ് അക്കൗണ്ടൻസി പ്രിപ്പറേഷൻ ടൈമിലൊക്കെ ഞാൻ ഞാൻ യൂസ് ചെയ്തിട്ടൊരു സ്ട്രാറ്റജി ഉണ്ട് ഈ കൺസിസ്റ്റന്റ് മോട്ടിവേഷൻ കിട്ടാനുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് നല്ല മോട്ടിവേഷൻ കാണും, ബുക്ക് തുറന്ന് വെക്കുക, പഠിക്കുക, ടെസ്റ്റുകൾ എഴുതുക, അതിനുള്ള മോട്ടിവേഷൻ കാണും. പക്ഷെ 2-3 ദിവസം, 4-5-6 ദിവസം കണ്ടിന്യൂസ്ലി ചെയ്യാൻ നമുക്ക് ആ ചെറിയൊരു മോട്ടിവേഷൻ്റെ ആ ഒരു ഇത് പോരാ. നമുക്ക് കൺസിസ്റ്റന്റ് മോട്ടിവേഷൻ ആയിട്ടുള്ള ഫയർ വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത ചെറിയൊരു ട്രിക്ക്, അല്ലെങ്കിൽ പൊതുവെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സീക്രട്ട് ടിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു എക്സാം എഴുതാൻ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഗോൾ എന്താണ്? നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഗോൾ എന്താണ്? ഈ എക്സാം എങ്ങനെയെങ്കിലും പാസ്സാവുക, എങ്ങനെയെങ്കിലും എക്സാം എഴുതി സ്വസ്ഥമായിട്ട് വീട്ടിൽ വന്നിരുന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ എക്സാം എഴുതി ജോലി കയറി സ്വസ്ഥമായിട്ടിരിക്കുക. അതായിരിക്കും നിങ്ങളുടെ ഡ്രൈവിംഗ് ഫോഴ്സ്, നിങ്ങളെ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ അതായിരിക്കും. പക്ഷേ ഈ ഒരു ചിന്താഗതി മാറ്റണം. നിങ്ങളുടെ തോട്ട് പ്രോസസ്, നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. എക്സാം എഴുതി കഴിഞ്ഞ് ജോലി കിട്ടുക എന്നുള്ളത് മാത്രമായിരിക്കരുത് നിങ്ങളുടെ ചിന്ത. നിങ്ങൾ എക്സാമിന് കൺസിസ്റ്റന്റ്ലി പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ചിന്ത എക്സാം എഴുതി ജോലി കിട്ടി, അതിന് ശേഷമുള്ള ലൈഫ് സ്റ്റൈൽ, അതിന് ശേഷമുള്ള നിങ്ങളുടെ ലൈഫിലെ ഒരു 40-50 വർഷം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കൺസിസ്റ്റന്റ് മോട്ടിവേഷൻ എന്ന് പറയുന്ന സംഭവം ഓട്ടോമാറ്റിക്കലി വന്നോളും. നിങ്ങൾ ആ ഒരു എക്സാം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ആ ഒരു കഠിനമായിട്ടുള്ള റിഗ്രസ് ആയിട്ടുള്ള പ്രോസസ്സ് ഓവർകം ചെയ്യുക എന്നുള്ളത് മാത്രം ഫോക്കസ് ചെയ്യുക. അതിന് ശേഷമുള്ള എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷമുള്ള നിങ്ങളുടെ നെക്സ്റ്റ് കുറേ വർഷങ്ങൾ, 19 വർഷം എങ്ങനായിരിക്കും, ആ ഒരു ബ്യൂട്ടിഫുൾ ഇമേജ് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കാനുള്ള എനർജി കിട്ടും. നമുക്ക് എല്ലാത്തിനും ഫ്യൂവൽ വേണം. നമുക്ക് എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്കൊരു ഉള്ളിൽ എനർജി ഉണ്ടാവണം, ഒരു ഡോപ്പമിൻ കിക്ക്, ആ ഒരു ഫ്യൂവൽ കിട്ടണം. ആ ഫ്യൂവൽ നമ്മൾ കണ്ടെത്തേണ്ടത് ഭാവിയെ നോക്കിക്കൊണ്ടായിരിക്കണം. നമ്മുടെ നെക്സ്റ്റ് ഒരു മന്ത്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു വർഷം, അല്ലെങ്കിൽ 2 വർഷം, ആ ഒരു ടൈം ഫ്രെയിം ഫോക്കസ് ചെയ്തായിരിക്കരുത്. പക്ഷേ നെക്സ്റ്റ് ഒരു 30, 40, 50 ഇയേഴ്സ് ആ ഒരു ഫോക്കസ്ഡ് ആയിരിക്കണം. അത്രത്തോളം വർഷങ്ങളിലേക്ക് നമ്മൾ കടന്നു ചിന്തിക്കുമ്പോഴത്തേക്കും തന്നെത്താനെ നമുക്കിരുന്ന് പഠിക്കാം, എക്സാം നല്ല രീതിയിൽ എഴുതാം എന്നുള്ള മോട്ടിവേഷൻ തന്നെത്താനെ വന്നോളും. സർവോപരി ഇത് നമുക്കൊരു ക്ലാരിറ്റി തരും ലൈഫിനെ പറ്റി. നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ചിന്തിക്കാനും നമ്മുടെ ലൈഫിലെ ഗോൾസ് ആൻഡ് ആംബിഷൻസ് എന്താണെന്ന് തിരിച്ചറിയാനും അതിനു വേണ്ടി പരിശ്രമിക്കാനുമുള്ള എനർജി ഇതുവഴി നമുക്ക് ലഭിക്കുന്നതാണ്.
സോ അടുത്ത ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും സെക്യൂരിറ്റി അസിസ്റ്റന്റ് പോലെയുള്ള വലിയ എക്സാംസും ഇനി വരുന്നുണ്ട്. അതിനെല്ലാം പ്രിപ്പയർ ചെയ്യുമ്പം ഈ ഒരു മൈൻഡ് സെറ്റോട് കൂടി പ്രിപ്പയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കേണ്ടുന്ന വേറൊരു കാര്യം, നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിന് ഒരുപാട് ന്യൂനതകളും ഒരുപാട് നല്ല കാര്യങ്ങളുള്ള രാജ്യമാണ്. അതിനകത്ത് വളരെ നല്ലൊരു കാര്യം, നിങ്ങൾ ഗവൺമെന്റ് സർവീസ് ആസ്പയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലേക്ക് തന്നെ ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള ജോബ്സിൽ ഒന്നാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആണെങ്കിലും ഗവൺമെന്റ് സെക്ടർ ജോബ്സ്. അഷ്യൂർഡ് പ്രൊമോഷൻ, അഷ്യൂർഡ് സാലറി ഗ്രോത്ത് എല്ലാം ഉള്ള ഒരു ജോലിയാണ്. ലോകത്ത് ഒരുപക്ഷെ ഇന്ത്യയിൽ മാത്രമേ കാണത്തുള്ളൂ ഇത്രയും എന്താ പറയുക, ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇത്രയും അമിനിറ്റീസ് ആൻഡ് ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഒരു സർക്കാർ ജോലി. ഏറ്റവും കൂടുതൽ ജോബ് സെക്യൂരിറ്റി ഉള്ള ഒരു ജോലിയാണ് നിങ്ങൾ ഇപ്പം ഉള്ള ഒരു ജോലി നേടാൻ വേണ്ടി നിങ്ങളിപ്പോൾ പരിശ്രമിക്കുന്നത്. ഈ ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്നൊന്നും നിങ്ങൾ സർവീസിന് പിരിച്ചുവിടാനോ അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങളുടെ ഗ്രോത്തിനെ തടയിടുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല. സോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് എത്രത്തോളം പീസ്ഫുൾ ആയിരിക്കും, നിങ്ങളുടെ ഭാവി ജീവിതം എത്രത്തോളം സമാധാനപരമായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. ഈ കൺസിസ്റ്റൻസിയുടെ പവർ എന്ന് പറഞ്ഞാൽ വേറൊന്നും തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്താലും കൺസിസ്റ്റന്റ്ലി ചെയ്യുക. നമ്മൾ പഠിക്കുവാണെങ്കിൽ കൺസിസ്റ്റന്റ്ലി പഠിക്കുക, മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന കൺസിസ്റ്റന്റ്ലി എഴുതുക. നമ്മുടെ ഒരു മോട്ടിവേഷൻ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ ലെവൽ. സോ നമ്മൾ എന്ത് ചെയ്താലും ആ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ മുന്നിൽ കൺസിസ്റ്റൻസി എന്നുള്ള ഒരു കാര്യം നിരന്തരമായിട്ട് ചെയ്യുന്ന ആ ഒരു വേർഡ് നമ്മൾ ആഡ് ചെയ്യണം. പഠിക്കുക മീൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. നമ്മൾ ഒരു കാര്യത്തിന് ശ്രമിക്കുമ്പോൾ ഇതിനു വേണ്ടി കൺസിസ്റ്റന്റ് ആയിട്ട് ശ്രമിക്കുക. സോ മോട്ടിവേഷൻ ആണെങ്കിലും ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മോട്ടിവേഷനിലൂടെ പോവാൻ നോക്കുക. സോ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് ഇന്ന് തരാനുള്ള മെസ്സേജ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.